ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ 11 പേജ്, വിലപ്പെട്ട പേജ്, ആ പേജുകൾ ഇതുവരെ സംസ്ഥാന സർക്കാർ പുറത്തു വിട്ടിട്ടില്ല. ഏത് പേജാണെന്നോ? ഈ കുറേ നാളുകളായിട്ട് കേൾക്കുന്നില്ലേ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ളത്? അത് കുറേ പേജുകളുണ്ട്. 1.5 വർഷം കൊണ്ടുണ്ടാക്കിയ ഒരു അന്വേഷണമാണത്. അത് തൊഴിലിടങ്ങളിൽ, സിനിമയുടെ തൊഴിലിടങ്ങളിൽ സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കമ്മിറ്റിയാണെന്ന് ആലോചിക്കണം. 3 പേരടങ്ങിയ കമ്മിറ്റി. ജസ്റ്റിസ് ഹേമ, കെ വി വത്സലകുമാരി IAS, നടി ഉർവശി ശാരദ, ഈ 3 പേരടങ്ങിയ ഒരു കമ്മിറ്റിയാണ് ഈ അന്വേഷണം നടത്തിയത്. അന്വേഷണം നടത്തിയ കൂട്ടത്തിൽ നടികളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ അവരെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഈ അത്രയും വലിയ സീരിയസ് ആയിട്ട് അവർ പോയിരുന്നില്ല. അത് തുടങ്ങിയപ്പോഴാണ് ഇത് പിടിച്ചതിനേക്കാൾ വലുതാണല്ലോ മാളത്തിൽ ഇരിക്കുന്നത് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളറകളിൽ പോയത്. വന്ന് ഇവിടുത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള VIP പരിഗണനയുള്ള നടന്മാരുടെ പേരുകൾ വരെയാണ് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചപ്പോൾ ഈ പേരുകളെല്ലാം കണ്ട് സർക്കാർ ഞെട്ടി എന്നാലോചിക്കണം. അത് പിന്നെ ഫ്രീസ് ചെയ്യുകയേ നിവൃത്തിയുള്ളൂ. അങ്ങനെ 4.5 വർഷം അത് കിട്ടിയിട്ട് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഇതിൽ ഇന്നലെ ക്രൈം നടന്നിരിക്കുന്നു എന്ന് ബോധ്യമായിട്ട് കൂടി ഒളിപ്പിച്ചു വെച്ചാൽ സംസ്ഥാന സർക്കാർ ക്രിമിനലുകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഇവർ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും അതല്ലേ സത്യം. കാരണം നമ്മൾ പറയും മുൻകാലങ്ങളിലേക്കൊന്ന് വെറുതെ പോകുക. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് PT ചാക്കോ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആ PT ചാക്കോയുടെ മന്ത്രിയുടെ കാറിൽ ഒരു സ്ത്രീ കയറിയതിൻ്റെ പേരിലാണ് ആ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന് ആലോചിക്കണം. കാരണം ഇവിടെ PJ ജോസഫ് ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കൈ ഒടിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്ത്രീയെ സ്പർശിക്കുകയോ ചെയ്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നിരുന്നേക്കാം. നീലലോഹിതദാസ് ഇവിടെ മന്ത്രിയായിരുന്നു ആലോചിക്കണം. നീലലോഹിതദാസ് അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന നളിനി നെറ്റോയുമായി തൊടുകയോ പിടിക്കുകയോ അങ്ങനെയുള്ള ഉണ്ടായതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. മാത്രമല്ല കുടുംബം തകർന്നു പോയി എന്നാലോചിക്കണം. പിന്നെ ഇവിടെ ഐസ്ക്രീം കേസിൽ ഇവിടെ മന്ത്രിമാർ, ഇങ്ങനെ അഴിമതിയുടെ പേര് പറഞ്ഞിട്ടുള്ള പഴയ മന്ത്രിമാർ, ഇവരൊക്കെ അഴിമതിയുടെ വാക്ക് ഉന്നയിക്കുമ്പോൾ തന്നെ രാജിവെച്ച് പോകേണ്ടി ഒന്നും ആലോചിക്കണം. എന്തിനാ കൂടുതലേക്ക് ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ ചെറിയ ഇത്രയും കാര്യങ്ങളിലേക്ക് മരിക്കാൻ തുല്യമാക്കിയില്ലേ? മരണം കഴിഞ്ഞതിന് ശേഷമല്ലേ അദ്ദേഹം നിരപരാധിയായിരുന്നു എന്നുള്ള ഒരു വന്നിരിക്കുന്നത്. അങ്ങനെ തൊട്ടതിനെല്ലാം ഇവിടെ ബഹളങ്ങളും അലങ്കോലപ്പെടുത്തലുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ നാട്ടിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ വലിയ 11 പേജിലുള്ള VIP-കളുടെ ലിസ്റ്റ് പുറത്തു വിടുന്നില്ല. അപ്പോൾ അത് പുറത്തു നിന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇവിടെ ദിലീപിനെ അകത്താക്കിയില്ലേ? ദിലീപിനെ അകത്താക്കി 85 ദിവസം കെടുത്തിയില്ലേ? ഇപ്പോഴും 7.5 വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അന്ന് മുഖ്യമന്ത്രി എടുത്തൊരു സ്റ്റാൻഡുണ്ട്, ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് ഇപ്പം എവിടെ പോയി? ആ സ്റ്റാൻഡ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭ അടക്കം LDF മുന്നണി എന്താർക്കും വായില്ലേ? എന്താണ് അവർ ആ നിലപാട്? തുറന്ന് പറയണം ആരെയും സംരക്ഷിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ പോട്ടെ, ഈ പുതിയ ലിസ്റ്റ് തന്നെ എടുക്കുക. ഇവിടെ ഒരു നടി, ബംഗാളിലത്തെ ഒരു നടി പറഞ്ഞതിൻ്റെ പേരിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നില്ലേ? ഇവിടെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നില്ലേ? അതിനുശേഷമല്ലേ മുകേഷിൻ്റെ നിരവധി മുകേഷിന് മാത്രം രാജിവെക്കാൻ പറയുന്നില്ല. ഈ നയങ്ങളാണ്, ഈ ഇരട്ടത്താപ്പ് നയങ്ങളാണ് ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റി എന്നുള്ളത്. മണ്ടത്തരങ്ങൾ ചില മന്ത്രിമാർക്ക് കാണിക്കാം, പക്ഷെ മുഖ്യമന്ത്രി ആ വകുപ്പിൽപ്പെട്ട ആളല്ലല്ലോ. മുഖ്യമന്ത്രി തീരുമാനങ്ങൾ എടുക്കാൻ വളരെ വേഗത്തിൽ എടുത്ത് നടപ്പിലാക്കുന്ന ആളാണല്ലോ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിച്ചിരിക്കുന്ന ആലോചിക്കണം. മൗനം പാലിക്കും വേറെ ഒരു കാരണങ്ങളൊന്നും അല്ല പറഞ്ഞു കേൾക്കുന്നത്. ആ ലിസ്റ്റ് 11 പേജ് എന്ന് പറഞ്ഞാൽ ഈ ഭരണകൂടം തകർക്കാന്ന് മാത്രമല്ല, അതായത് പലതും തകർന്നു പോകും. അത്രയും വലിയ തകർച്ച വയനാടിലുണ്ടാകുന്ന ഇത് ഉരുൾപൊട്ടൽ മാത്രമല്ല, അതിനേക്കാൾ ഒരു ഡാം പൊട്ടി ഒലിക്കുന്ന ഒരു എഫക്റ്റിലാണ് ഈ 11 പേജിലുള്ള പേരുകൾ എന്നാലോചിക്കണം. ആ പേരുകൾ പുറത്തു വിട്ടേ പറ്റുള്ളൂ. ഇവിടെ പ്രതിപക്ഷം പറയുന്നുണ്ട്, മറ്റുള്ളവർ പറയുന്നുണ്ട്. സാംസ്കാരിക പ്രവർത്തകർക്ക് മാത്രം വായും കൈയും ഒന്നും ഇല്ല എന്നാലോചിക്കണം. അവർ പറയുന്നില്ല.
പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഈ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുമ്പോൾ ഇത് പുറത്ത് വിടേണ്ടതല്ലേ? ഇത് പുറത്ത് വിട്ടിൽ എന്ത് ചെയ്യും? ഇത് പറയാണ് സംസ്ഥാന സർക്കാർ, ഞങ്ങളിത് പുറത്ത് വിടില്ല എന്ന് അവർ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോഴാണ് കോടതി ഇടപെട്ടത്. കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കൊടുത്ത ഫുൾ റിപ്പോർട്ട്, അതായത് ഒന്നും കളയാതെ എല്ലാ പേജുകളും അടക്കമുള്ള ഫുൾ റിപ്പോർട്ട് സീല് ചെയ്ത് കോടതിക്ക് സമർപ്പിക്കണം. അപ്പോൾ എന്ത് വരും? അപ്പോൾ ഇവർ മാറ്റിവെച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന 11 പേജ് കൂടി അതിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഉൾപ്പെടുത്തേണ്ടി വരുമ്പോൾ കോടതിക്ക് അത് വായിച്ചു നോക്കുമ്പോൾ ആരൊക്കെയാണ് അതിൽ പെട്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. അതിൻ്റെ പേരിൽ കോടതിക്ക് ഒരു തീരുമാനം എടുക്കാം, ഒരു തീരുമാനത്തിലെത്താം. അന്വേഷണം എങ്ങനെയാകണമെന്ന് കോടതിക്ക് തീരുമാനിക്കാം. ഇങ്ങനെ വരുമ്പോൾ ഇത് കുറേ സത്യസന്ധത. പക്ഷേ ഇവിടെ ജനങ്ങളെ പറ്റിക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഒരു കുറ്റവാളി കൊണ്ട് രക്ഷിക്കാൻ പാടില്ല. അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? ആരൊക്കെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നവർ, ഞങ്ങളൊക്കെ ആരാധിക്കുന്നവർ, ഞങ്ങളൊക്കെ ഫാൻസുകാർ ഒക്കെ ആരാധിക്കണം. ഈ 11 പേജിൽ കുടിയിരിക്കുന്നവർ പരാമർശിക്കപ്പെടുന്നത് ഇവിടെ ഏത് VIP ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ്, മുന്നണിക്ക് വേണ്ടപ്പെട്ടവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടപ്പെട്ട എല്ലാം അതിലുണ്ടെന്ന് ആലോചിക്കണം. ഞാൻ പറഞ്ഞ ഇതൊരു ചക്കരക്കുടമാണ്, അത് എല്ലാവർക്കും കൈയിടാം, ആർക്ക് വേണേൽ കൈയിടാം. ആര് കൈയിട്ടാലും എന്ത് സംഭവിക്കും? വെറുതെ കളയുമോ? ഇല്ല, ആദ്യം ഒരു നക്ക് കൊടുക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് നാട് വന്നിരിക്കുന്നു. ഒരു കാര്യം മാത്രം, നിങ്ങൾ ജനങ്ങളിൽ നിന്ന് എന്താണോ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, നിങ്ങൾക്ക് ജനങ്ങളിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയോ, പ്രവർത്തിച്ചു തുടങ്ങിയോ, അതിൻ്റെ ആദ്യത്തെ അടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആലോചിക്കണം. ഇനിയും ജനങ്ങളെ ചതിക്കാനാണ്, അവരെ പറ്റിക്കാനാണ്, അവരെ വിശ്വാസമില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാണ് പരിപാടിയെങ്കിൽ വരാനിരിക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പും സ്വാഹ എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് ഇട കൊടുക്കണോ? തോറ്റാലും ജയിച്ചാലും ഈ മുന്നണിക്കും ഭരിക്കുന്നൊരു അന്തസ്സുണ്ടെന്ന് ആലോചിക്കണം. ആ അന്തസ്സ് കളഞ്ഞു കുരിക്കരുത്. ആ അന്തസ്സ് ഉണ്ടാക്കിയത് ഇന്നുള്ളവരല്ല എന്നാലോചിക്കണം. വർഷങ്ങൾക്ക് 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടായത് മുതൽ തുടങ്ങിയ ശക്തമായ നേതൃത്വ നിരയുണ്ടെന്ന് ആലോചിക്കണം. ആ അന്തസ്സുണ്ട്. അവരാണ് അന്തസ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുണ്ടാക്കിയ അന്തസ്സ് ഇപ്പോഴുള്ളവർ കളഞ്ഞു കുളിക്കരുതേ.